നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ പക്ഷേ ISI ഒക്കെ അന്വേഷിക്കേണ്ടി വരും. അത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. കണ്ടോ ഉടനെ ഷാബു പ്രസാദ് VSPയുടെ വഴി ISIയിലോട്ട് പോയുണ്ടോ? രാജു പി നായർ ഉടനെ ഷാബു പ്രസാദ് VSPയുടെ വഴി ISIയിലോട്ട് പോയുണ്ടോ? ഷാബു വേറെ വല്ല പണിയുണ്ടാ നോക്ക്. എന്റെ പൊന്നു ഷാബു, രാമനെ വിറ്റ് പുട്ടടിക്കുന്നവരെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാമനെ വിറ്റ് പുട്ടടിക്കുന്നവരെ ന്യായീകരിക്കാൻ മറ്റൊന്നും കാണാത്തപ്പോ ഈ തെമ്മാടിത്തം പറയാതെ സ്വന്തം ആത്മാഭിമാനത്തോട് പറ ഷാബു. സംഘികളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതല്ലെങ്കിൽ ഒരു പള്ളിപ്പറമ്പിൽ രാമനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ സമാധാനത്തോടെ രാമന് ഒരുപാട് കാലമൊന്നും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമന്റെ തന്നെ സകലതും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ അമ്പലം പണിത് അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. അതിനെപ്പറ്റി ചോദിച്ചാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മെഴുകുന്ന കുറേ സംഘപരിവാൻസിനെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഒന്നും പറയാനും പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കട്ടത് കോൺഗ്രസ് ആണെന്നും അല്ലെങ്കിൽ അതിനെ അന്വേഷിക്കാൻ ISIS വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഘി? നിനക്കൊന്നും ബോധവും വിവരമില്ലേ? ഇത് കാണുന്ന വിശ്വാസികൾ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താ പറയുക, ഈ വേട്ടാവളിയും എന്ന് പറയണേ, അതായത് ഈ ക്ഷേത്രത്തിൽ പോകുന്ന 90% ആളുകളും കള്ളന്മാരാണെന്ന്. സത്യത്തിൽ വിശ്വാസം മൂത്തി ക്ഷേത്രത്തിലോട്ട് പോകുന്ന സാധാരണ ഹിന്ദുക്കളെ നിങ്ങൾ എന്താ കണ്ടിട്ട് പ്രതികരിക്കാണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ 90% നിങ്ങളുടെ കൂട്ടത്തിൽ അതായത് കള്ളന്മാരാണെന്നാണ് പറയുന്നത്. അമ്പലത്തിൽ പോയിട്ട് കാണിക്കേണ്ടുന്നതും അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ ധർമ്മം കൊടുക്കുന്നതും അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അതായത് പൈസ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ 90% പരമ കള്ളനാണെന്നാണ്, അല്ലെ കള്ളന്മാരാണ്. ഷാബു പ്രസാദോ ഏതാണോ ഈ വെട്ടവളിയിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു നോക്കുക. അയാളുടെ എത്ര ആധികാരികമായിട്ട് അയാൾ ഇമാതിരി കള്ളങ്ങൾ വിളിച്ചു പറയുന്നത്. സകല വിശ്വാസികളെയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, നാണം കെടുത്താൻ വേണ്ടിയിട്ട്, അല്ല അവരുടെ വിശ്വാസത്തിനെ വരെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ പിന്നെ സംഗീതം പറഞ്ഞ് നിങ്ങൾ ഈ രാജ്യത്ത് ഹിന്ദുക്കളോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കള്ളന്മാരാക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഉണർത്തി ഇവിടുത്തെ പള്ളികൾ പൊളിച്ച് അമ്പലങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? 90% കള്ളന്മാർക്ക് അവിടെ കയറിയിട്ട് കാണിക്കേണ്ടാനോ അതുകൊണ്ട് കട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ? അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തലവർ ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, കേട്ടു നോക്ക്. എൻ്റെ ഹാഷ്മി, ഇപ്പോൾ നമ്മുടെ ഈ നാട് നീളെയുള്ള ക്ഷേത്രങ്ങളിൽ വന്ന് ക്യൂ നിൽക്കുന്നവരും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നവരും ഇവിടെ കിടന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ നടത്തുന്നവരും അവിടെ കൊണ്ടുപോയി പണം ചൊരിയുന്നവരിലും ഒരു 90% കള്ളന്മാർ തന്നെയാണ് ഹാഷ്മി. അവരും വിശ്വാസിയുടെ വേഷം അണിഞ്ഞുകൊണ്ടാണ് ഈ നടക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? വിശ്വാസികളെ അപമാനിക്കില്ല. പണമോഹികളും നിങ്ങളുടെ ട്രസ്റ്റിന്റെ കീഴിൽ പണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ കൊടുത്ത് വിശ്വാസികൾ 90% കള്ളന്മാരെന്ന് പറയല്ലേ? അതെന്ത് വർത്താനോ ഷാബു പ്രസാദ്? വിശ്വാസികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ യഥാർത്ഥ വിശ്വാസികളുടെ കാര്യമല്ല. എന്താണ് അവിടെ പോകുന്ന 90% ആൾക്കാർ കള്ളന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അടിച്ചോണ്ട് പോയ കള്ളന്മാര്, അല്ലാതെ കാണിക്കൊണ്ടിരുന്നവരല്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഒരു സംഘ നേതാവിൻ്റെ അല്ലെങ്കിൽ BJP സംഘപരിവാർ നേതാവിൻ്റെ, അതായത് BJPയുടെ ടോപ്പ് പേഴ്സണാണ് ഒരു ചാനലിൽ വന്ന് ഇരുന്നിട്ട് സംസാരിക്കാനുള്ളത്. അയാൾ പച്ചക്ക് പറയാണ് നിങ്ങളെപ്പോലത്തെ ഹിന്ദുക്കളെ നിങ്ങൾ 90% കള്ളന്മാരാണെന്ന്. അത് വീണ്ടും തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ഈ അമ്പലത്തിൽ കൊണ്ട് കാണിക്കേണ്ടുന്നതൊക്കെ കള്ളന്മാരിടുന്ന പൈസ ഞങ്ങൾക്ക് എടുക്കാം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം ഇവിടുന്ന് പൈസ എടുത്തത്. അയോധ്യയിൽ നിന്ന് പൈസ കെട്ടത് അയോധ്യ മാത്രമല്ല, ബദ്രീനാഥ് ടെമ്പിൾ എടുത്ത് നോക്കുമ്പോൾ, മധുര ടെമ്പിൾ എടുത്ത് നോക്കുമ്പോൾ പല സ്ഥലത്ത് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്, പച്ചക്ക് ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് സംഘികളോടല്ല പറയാനുള്ളത്, നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഈ അയാൾ പറഞ്ഞ 90% കള്ളന്മാരില്ലേ, അതായത് നിങ്ങൾ 10% ഉള്ളൂ നമ്മൾ, ഈ 90% കള്ളന്മാരായിട്ടുള്ളത് തിരിച്ചങ്ങ് മറക്കുക. അതായത് 10% കള്ളന്മാരി കൂട്ടത്തിലൊക്കെ ഉണ്ട്. അത് ഏത് വിശ്വാസത്തിലുണ്ട്? അത് മുസ്ലിം എടുത്തോ, ക്രിസ്ത്യൻ എടുത്തോ, ഹിന്ദു എടുത്തോ, ബുദ്ധൻ എടുത്തോ, ജൈനൻ എടുത്തോ, ഇവിടെയൊക്കെ കൊണ്ടിട്ട് പള്ളിയിൽ വരുന്നതും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതും ചിലപ്പം അവിടെ കൊണ്ടിട്ട് ഈ കാണിക്കേണ്ടുന്നതും ഇങ്ങനത്തെ പരിപാടികൾ നേർച്ച ചെയ്യുന്നതിലൊക്കെ ചിലപ്പോൾ ഒരു 10% കള്ളന്മാരുണ്ടായിരിക്കും. അവരുടെ ചിന്താഗതിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഇങ്ങനെ പലതൊക്കെ കാണിച്ചിട്ട് കുറച്ച് ശതമാനം ആൾക്കാർ ഈ കൂട്ടത്തിലൊക്കെ കള്ളന്മാരുണ്ട്. സത്യത്തിൽ ഈ 10% നമ്മുടെ നാട്ടിലെ സംഘികൾ എന്ന് പറയുന്നത്. ഹിന്ദുക്കളെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ 10% സംഘികൾ. ഇവര് നിങ്ങളെ നല്ലവരായിട്ടുള്ള 90% വരുന്ന ഹിന്ദുക്കളെ പച്ചക്ക് കളവുകൾ പറഞ്ഞ് ഇതുപോലത്തെ പല പ്രൊപ്പഗണ്ട ന്യൂസുകൾ ഉണ്ടാക്കി അവര് ഇതേപോലെ മോദി ഭക്തി പാടി നടന്ന് അതല്ലെങ്കിൽ ഇല്ലാത്ത ഭക്തി പാടി നടന്ന് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ മുറിവ് അല്ലെങ്കിൽ പിരികേറ്റിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ, നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സംഘികളോടുള്ള ബുദ്ധിമുട്ടാണ്. അതല്ലാണ്ട് ഈ രാജ്യത്ത് വേറെ ഒരു ബുദ്ധിമുട്ടും ഇപ്പം നമുക്കില്ല. ഇവന്മാരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകളും ഇവന്മാർ രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കുന്നതും കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുന്നത്. അത് പച്ചയ്ക്ക് ഇതുപോലത്തെ നേതാക്കൾ എന്ന് പറയുമ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം നിങ്ങളെ കൊണ്ട്. അത് ഞങ്ങൾ പറയുന്നു, ബാക്കിയുള്ളവർ പറയുന്നു, അത് മനസ്സിലാക്കുക. ഇപ്പോൾ എന്താ ഉണ്ടായത്? ഇപ്പോൾ ഏറ്റവും ട്രസ്റ്റ് ഭാരവാഹിയായിട്ടുള്ള ചമ്പത് റായ് കുറച്ച് മുമ്പ് അയാളുടെ രാജി സ്വീകരിച്ചു.
അയാളുടെ കൂടെയുള്ളവരുടെ രാജി സ്വീകരിച്ചു. അതായത് അയാളെ ട്രസ്റ്റ് നിന്ന് പുറത്താക്കി, ട്രസ്റ്റ് പുനർക്രമീകരിക്കാൻ പോവുകയാണ്. ഇത്രയും വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഓൾ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റിനെ പോലത്തെ ഒരാൾ ഇത്രയും വലിയൊരു സംഭവം കള്ളത്തരം ചെയ്തിട്ട് അതിനെതിരെ സംസാരിക്കാൻ യോഗിക്കോ മോദിക്കോ അമിത്ഷാക്കോ അതിനെ പറ്റിയിട്ടില്ല. വാ തുറന്നു കഴിഞ്ഞാൽ പള്ളിപ്പറമ്പിൽ രാമനെ കയ്യും കൂട്ടി നേരെ അയോധ്യയെ കൊണ്ടാക്കി പോകുന്ന ആളാണ് ആര്? നമ്മുടെ മോദി. അപ്പൊ പിന്നെ അവിടുത്തെ കള്ളത്തരത്തിനെ പറ്റി മോദി പറയണ്ടേ? അത് മോദി പറയൂല. പറഞ്ഞു കഴിഞ്ഞാൽ തീരും. RSSന്റെയും സംഘപരിവാറിന്റെയും ഞാൻ ഈ പറഞ്ഞ 10% ഇന്ത്യയിലെ ഈ കള്ളന്മാര് നമ്മുടെ രാജ്യത്തിനെ പറ്റിക്കുന്നത് എങ്ങനെയെന്നുള്ളത് അറിയാണ്ടൊക്കെ പറഞ്ഞ് പുറത്തോട്ട് വന്നു പോകും. ഇത് കണ്ട് പേടിച്ചിട്ട് മിണ്ടുന്നില്ല. അപ്പൊ ഏറ്റവും പുതിയ എന്താ പറയാ വാർത്ത ഞാൻ പറഞ്ഞുതരാം. അതായത് ചമ്പത് റായും അനിൽ മിശ്ര എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രധാനമന്ത്രിയുടെ വലങ്കയായിട്ടിരുന്ന ആള്. ഈ 2 പേരും ഇപ്പോൾ രാജിവെച്ച് അത് ട്രസ്റ്റ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാമരാജ്യ ഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭക്തർ നൽകിയിട്ടുള്ള സംഭാവനകൾ കോടികൾ തിരിമറി നടന്നുവെന്ന ആക്ഷേപം ശക്തമായതിനെ തുടർന്നിട്ടാണ് ഇവര് ഇതിപ്പം രാജിവെച്ചിട്ടുള്ളത്. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും അവർ സമ്മതിച്ചു. വെറും കാണിക്ക കക്കുന്ന നടപടി എന്നുള്ളതിന് മാത്രമല്ല, അതിന് പുറമേറ്റ് ഈ 2 പേരുടെ രാജി വാങ്ങുന്നത് ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ഇപ്പം പല ആൾക്കാരും ചോദിക്കുന്നത്. തൽക്കാലം നമ്മളത് വാങ്ങുക. മോദി മിണ്ടണ്ട, യോഗി മിണ്ടണ്ട, നിങ്ങൾ ആരും മിണ്ടണ്ട, ഇവരുടെ രാജി നമ്മൾ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുന്നോട്ട് കാര്യങ്ങൾ പോകണ്ട. കുറച്ച് പൈസ കട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ പുതിയൊരു ട്രസ്റ്റിനെ കൊണ്ടുവരുന്നു. ഇതാ മക്കളെ, ദ ന്യൂ അയോധ്യ എന്നും പറഞ്ഞ് വെക്കേണ്ടി വരുന്നില്ല ഇപ്പോൾ അല്ലേ? ഓൾഡ് അയോധ്യ കള്ളത്തരത്തിലൂടെ മുങ്ങിപ്പോയി. ഇനി നമ്മൾ അയോധ്യ 2.0 എന്നും പറഞ്ഞിട്ട് പുതിയൊരു അയോധ്യ ഉണ്ടാക്കി വെക്കേണ്ടി വരും. അതാണ് ഇപ്പം നമ്മുടെ മുന്നോട്ട് ഇവർ കാണിച്ചു തരുന്നത്. ഈ പറഞ്ഞ 90% ഭക്തര് വീണ്ടും മണ്ടന്മാരായിട്ട് അവിടെ പോയിട്ട് കാണിക്ക് കൊടുത്തുകൊണ്ടിരിക്കും. 10% വരുന്ന കള്ളന്മാർ അത് കട്ടുകൊണ്ടിരിക്കും. അത് തന്നെ ഇനി മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത്. ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇവരെങ്ങനെ പറഞ്ഞ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇവർ കൊണ്ട് നടക്കുകയും ചെയ്യും. അതായത് ഹിന്ദുവിനെ ഉണർത്തി അല്ലെങ്കിൽ സംഘികൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഒരു പള്ളി പൊളിച്ച് അവിടെ അമ്പലം ഉണ്ടാക്കി, അല്ലെങ്കിൽ പള്ളി പൊളിച്ച സമയത്ത് ലോക മാധ്യമങ്ങൾ, രാജ്യത്തെ സകല മാധ്യമങ്ങൾ, എല്ലാവരും എതിർത്ത മാധ്യമങ്ങൾ പോലും ഇപ്പുറത്ത് എന്താ പറയുക പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് അവിടെ ഒരു പുതിയ ക്ഷേത്രം ഉണ്ടാക്കിയപ്പം അതിനെ വാഴ്ത്തിപ്പാടി മോദി വേണ്ടി വന്നു. വർഷങ്ങളായിട്ട് 10-600 വർഷങ്ങളായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള രാമനെ കൊണ്ട് വീണ്ടും പ്രതിഷ്ഠിക്കാൻ പ്രാണപ്രതിഷ്ഠ നടത്തി എല്ലാം ചെയ്ത മോദി മിണ്ടുന്നില്ല. കാരണം മോദി ട്രിപ്പിലാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കി. കഴിഞ്ഞൊരു മാസം കൊണ്ട്, അതായത് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പുള്ളിക്ക് സമയം കിട്ടുന്നില്ല. പുള്ളി ട്രിപ്പിലാണ്, ഫുൾ ടൈം ട്രിപ്പ്. സത്യം പറയും, പുള്ളി ഇന്ത്യയിലോട്ടാണ് ഇപ്പോൾ ട്രിപ്പ് വരുന്നത്. പുള്ളി വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഫേക്ക് ആയിട്ടുള്ള അവാർഡുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത എന്താ പറയുക പലതരത്തിലുള്ള എന്താ പറയുക അവാർഡുകൾ, പുള്ളി വരുന്ന തലേന്നുണ്ടാക്കുന്ന AI അവാർഡുകൾ വരെ വാങ്ങിക്കൂട്ടി നടക്കുന്ന മോദിക്ക് ഇതിനൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ അമ്പലം പൊളിച്ച്, പള്ളി പൊളിച്ച് അമ്പലം പള്ളിയാണെങ്കിൽ മുമ്പിൽ നിന്നായിരുന്നു. ആ അമ്പലം പൊളിച്ചിട്ട് അവിടെ ഒരു അമ്പലം പണിത് പ്രാണപ്രതിഷ്ഠ വേണമെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ അവിടെ കട്ടുകൊണ്ടിരിക്കില്ലേ നമ്മുടെ ആൾക്കാർ? ഇനി കട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനതിന് തടയിടാൻ പോകുന്നത്? നമുക്ക് ലോകം ചുറ്റണ്ടേ? ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി മിണ്ടില്ല. നമ്മളെ കൊണ്ട് മിണ്ടിക്കാൻ പറ്റൂല. രാജ്യത്ത് എത്ര വലിയ അഴിമതി നടന്നാലും, എത്ര വലിയ കള്ളത്തരം നടന്നു കഴിഞ്ഞാലും, ഏതൊക്കെ പരീക്ഷകൾ ലീക്കായി കഴിഞ്ഞാലും മിണ്ടില്ല. അതാണ് ജിയുടെ കോൺഫിഡൻസ്. മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ED, NIA, CBI, കോടതിയൊക്കെ നമ്മുടെ കയ്യിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ മിണ്ടിയിട്ടില്ലെങ്കിലും ഈ രാജ്യം ഈ സംഘികളുടെ കയ്യിൽ ഇങ്ങനെ നിന്നോളും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മിണ്ടില്ല. അതിന് പകരം എന്താ അവിടെ ചെയ്യാൻ പോകുന്നത്? ഈ ശ്യാമപ്രസാദിനെ പോലത്തെ ഈ ലക്കും ലഗാനും ഇല്ലാത്ത പൊട്ടന്മാരെ കൊണ്ട് ഇതുപോലത്തെ സ്ഥലത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് പറയും ഇത് കോൺഗ്രസ് ആണ് പൊട്ടിച്ചത്, കോൺഗ്രസ് ആണ് ഇത് എടുത്തത്. അതല്ലെങ്കിൽ എന്താ പറയുക, കോൺഗ്രസിന് ഇവിടുത്തെ SIT വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ISIS കൊണ്ടുവന്നു എന്ന് ആ പൊട്ടൻ പറഞ്ഞതാണ്. അതായത് രാജ്യത്തെ അയോധ്യ ക്ഷേത്രത്തിൽ രാമന്റെ അനുയായികളാണെന്നും പറഞ്ഞ് നടക്കുന്ന സംഘികൾ കട്ടതിന് എന്തിനാണ് അവിടെ മുസ്ലിമിന്റെ പേരും അല്ലെങ്കിൽ ISISന്റെ പേരും അതല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ പേരും കൊണ്ടിടുന്നത്? അതാണ് ഇവരുടെ പ്രൊപ്പഗണ്ട. ഇത് കണ്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്ന് ശ്യാമപ്രസാദ് പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എത്ര വ്യക്തമായിട്ടാണ് ഈ പൊട്ടൻ അവിടെ ഇരുന്നിട്ട് പൊട്ടത്തരം വിളിച്ച് പറയുന്നതെന്ന് കേക്ക്. നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ പക്ഷേ ISI ഒക്കെ അന്വേഷിക്കേണ്ടി വരും. അത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. കണ്ടോ ഉടനെ ശ്യാമപ്രസാദ് VSPയുടെ വഴി ISIലോട്ട് പോയുണ്ടോ? രാജു പി നായർ ഉടനെ ശ്യാമപ്രസാദ് VSPയുടെ വഴി ISIലോട്ട് പോയുണ്ടോ? നമ്മൾ ഈ രാജ്യത്തിനകത്തെ കാര്യമാണ് ഷാപ്പർ സംസാരിക്കുന്നത്. അവിടെ ഒരു ക്ഷേത്രത്തിൽ നടന്ന മാരകമായ കൊള്ളയെ പറ്റി സംസാരിക്കുന്നത്. ഒട്ടനെ ISIലോട്ട് ചാടല്ലേ? അകത്ത് കിടക്കുന്നത് പുറത്തു വരുന്ന എന്തോ ISI. അതായത് ദത്താത്രേയ ഹോസ്പിറ്റൽ പറഞ്ഞ അതേ ആന്റി നാഷണൽ വാദമാണ് അങ്ങ് പറഞ്ഞു. വിട്ടേക്ക് എന്തോ ISI. അങ്ങേക്ക് വിശ്വാസം ISIൽ ഉണ്ടായിരിക്കും. അന്നത്തെ കൈ വെച്ചാൽ വിശ്വാസം. അത് ആ വാദം
ഇവിടെ ഇറക്കണ്ട, ആ വാദം ഇവിടെ ഇറക്കണ്ട, അങ്ങ് ചോദിച്ചാൽ മതി ആ വാദം. രാഹുൽ ഈശ്വർ ഇവിടെ, രാഹുൽ ഈശ്വർ ശരി രാഹുൽ ഈശ്വർ ഐ എസ് ഐയുടെ കാര്യം വരുന്നത് അത് നിഷ്കളങ്കമായി വരുന്നതല്ല, അകത്ത് കിടന്ന് തികട്ടി വരുന്നതാ. ഷാപ്പ് വിട്ടേക്ക്, അത് വിട്ട് നമുക്ക് ഐ എസ് ഐ വിടാം. ഐ എസ് ഐ നമ്മുടെ ഇതല്ലല്ലോ, വിട്ടേക്ക്. ഇത് കാണാൻ നമ്മൾ എന്താ വിചാരിക്കുക, ഇയാൾ വെറുതെ വിഡ്ഢിത്തരല്ല. ഈ വിഡ്ഢിത്തരമല്ല, ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. ഇതിങ്ങനെ പറയുമ്പം ഇത് കേട്ടിട്ട് ഭക്തരുണ്ട്, അന്ധഭക്തർ ഇത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിചാരിച്ചു പോകും, ഇനി അങ്ങനെയാണോ, ഈ മുസ്ലിങ്ങളാണോ ഇത് കട്ടത്, അല്ലെങ്കിൽ ഈ ചെമ്പത്രായനെ പോലത്തെ ഈ ഇമ്മാതിരി വലിയ കാട്ടുകള്ളന്മാരെ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ പെടുത്താൻ വേണ്ടിയിട്ട് ഇവരാണോ ഇനി IS ഇതിലുണ്ടോ, മുസ്ലിങ്ങളുണ്ടോ, കോൺഗ്രസ് ആണോ പരിപാടി ചെയ്ത് ചിന്തിച്ചു പോകും. കാരണം അവിടുത്തെ അന്ധഭക്തരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് കേട്ടോ, जो आप दान करते हैं डोनेशन, उसका चोरी हो गया, लोगों ने मिसयूज कर दिया, तो आप कांग्रेस पार्टी है ना, कांग्रेस पार्टी है ना यहाँ, बीजेपी है, बीजेपी यूपी में बीजेपी है, यूपी है बीजेपी नहीं, यहाँ अयोध्या में लोकल है ना, लोकल कांग्रेस पार्टी है ना, इसलिए कौन है लोकल एमएलए कौन है? കേട്ടില്ലേ നിങ്ങൾ? അന്ധഭക്തർ ചിന്തിക്കുന്ന എന്താണ്, ഇന്ത്യ BJP ഭരിച്ചോട്ടെ, UP BJP ഭരിച്ചോട്ടെ, പക്ഷേ അയോധ്യ നിൽക്കുന്ന സ്ഥലത്തെ MP, അതായത് മെമ്പർ ഓഫ് പാർലമെന്റ്, അതൊരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ സമാജ്വാദ് പാർട്ടിയുടെ ഒരാളല്ലേ. അപ്പോൾ അവരല്ലേ എല്ലാത്തിനുള്ള ഉത്തരവാദികൾ എന്ന് ചിന്തിക്കാനുള്ള കഴിവേ പടച്ചോൻ തന്നെ സംഘിയുടെ തലക്ക് കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ സംഘിയുടെ നേതാക്കൾ സംഘിയുടെ തലയിലോട്ട് ഇത്രേ കുത്തി വെക്കാറുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ശ്യാമപ്രസാദിനെ പോലത്തെ ഇമ്മാതിരി വേട്ടാവളിയന്മാർ ഇമ്മാതിരി വിഡ്ഢിത്തം പറയുമ്പം അത് വിശ്വസിക്കാനുള്ള സംഖ്യകൾ ഉണ്ട്. നമ്മൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഇത് കണ്ട് ഇത് വിശ്വസിക്കുന്ന 100 കൂട്ടം സംഖ്യകളുണ്ട്. നമ്മുടെ വീഡിയോയുടെ താഴത്ത് ഇപ്പോൾ ഒന്ന് കമന്റ് ഉണ്ട്, നിങ്ങൾ കണ്ടോളേണ്ടി. ഇതൊക്കെ വിശ്വസിക്കുന്ന സംഖ്യകളുണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സംഖ്യകളെ മോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക തലച്ചോറുള്ള ആളുകൾ അങ്ങനെ മോൾഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ BJP അല്ലെങ്കിൽ സംഘപരിവാർസ് ഇങ്ങനെ വാണുകൊണ്ടിരിക്കാനുള്ള ഒരു റീസൺ. അതുകൊണ്ടാണ് ഇവന്മാരെ പൊട്ടന്മാരാക്കാൻ വളരെ ഈസിയാന്നുള്ളതുകൊണ്ട്. അപ്പം പള്ളിപ്പറമ്പിലെ രാമൻ ഏതായാലും ഉറക്കമില്ല. രാമൻ്റെ സകലതും അടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംഘികളുടെ കൂട്ടത്തിലുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് മൊണ്ണകളും. അതിലൊന്നും മാറ്റം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും നല്ല വിശ്വാസികൾ കണ്ടുവെച്ചുള്ള സംഘി നിങ്ങളെപ്പറ്റി ഉദ്ദേശിച്ചില്ല. നിങ്ങൾ വെറും 90% കള്ളന്മാരാണെന്നാണ് വിശ്വാസികളെ നിങ്ങളെപ്പറ്റി സംഘികളുടെ ഉള്ളിലുള്ള ഒരു ഉൾധാരണ. അതുകൊണ്ട് സംഘികളെ മാറ്റി നിർത്താൻ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എല്ലാവരും കൊണ്ട് അതേ പറയാനുള്ളൂ, സംഘിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സംഘി പണി തരും. അത് ശ്രദ്ധിച്ച് കണ്ട് മുന്നോട്ട് പൊക്കോളുക.